പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. സങ്കീർത്തനം 34 അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. യഹോവ ഭക്തനാകുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കഴിഞ്ഞുപോയ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്നും തന്നെ വിടുവിച്ച, തന്നെ നടത്തിയ, തന്നെ പരിപാലിച്ച ദൈവത്തെ നമുക്കും ആ ഒരു പ്രോമിസ് നൽകുകയാണ് ദാവീദ്. താൻ നോക്കി, അതുകൊണ്ട് തൻ്റെ മുഖത്തെ ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല. തൻ്റെ മുഖത്തെ പ്രകാശമാക്കി, അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തെ പ്രകാശമാക്കും, നിങ്ങളെ ലജ്ജിപ്പിക്കാതെ നിങ്ങളെ നടത്തും എന്ന് ഒരു പ്രോമിസ് നമുക്ക് നൽകുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസനായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. യേശു കർത്താവിൻ്റെതായ ജീവിത സാഹചര്യം നാം പഠിക്കുമ്പോൾ സുവിശേഷകൻ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നവരും യേശു കർത്താവിൻ്റെ കൂടെ നടന്നവരും യേശു കർത്താവിനെ കാണാൻ വന്നവരുടെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ അവർക്ക് ആശ്വാസവും സമാധാനവും വിടുതലും കർത്താവ് നൽകി കൊടുപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ നമുക്കും കർത്താവിനെ നോക്കിയാൽ നമ്മുടെ ലൈഫും ഏതൊക്കെ സാഹചര്യത്തിലൂടെ നാം കടന്നു പൊക്കിയോട്ടെ, അതിനു മുമ്പിൽ ആ സാഹചര്യത്തല്ല നാം നോക്കേണ്ടത്, കർത്താവിനെ നോക്കുവാനാണ്. കാരണം ആ സാഹചര്യത്തെ മാറ്റുവാൻ നമ്മളെ കൊണ്ടാകത്തില്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുകയാണ് വിശ്വാസം നായകനും. കാരണം വിശ്വാസം നമ്മെ പഠിപ്പിച്ചവനാകുന്ന കർത്താവ്, വിശ്വാസത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ്, വിശ്വാസത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നായകനേ ഉള്ളൂ. അതിനെ പൂർത്തി വരുത്തിയ കർത്താവാകുന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ നോക്കുവാൻ നമ്മുടെ ലൈഫിലും കഴിയട്ടെ. കർത്താവിനെ നോക്കി നടന്നാൽ, ആ മുഖത്തേക്ക് നോക്കിയാൽ, ആ മുഖത്തെ നോക്കുന്നവൻ ലജ്ജിക്കത്തില്ല. ആ മുഖത്തേക്ക് നോക്കുന്നവൻ എപ്പോഴും പ്രകാശം ആകുവാനിടയായി തീരും.